വേറെ ഒന്നും പറയാനില്ല അതിൻ്റെ പൊളി മാപ്പ സിനിമയായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഡോക്യുമെന്ററി സ്റ്റൈൽ പടമാണെന്ന് കരുതിയിട്ട് നിങ്ങൾ വരാതിരിക്കുക. അത് ഭയങ്കര ഫണ്ണ് പടമാണ്. വെരി ഗുഡ് മൂവി. സോ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഇൻ മലയാളം വേറൊന്നും പറയാനില്ല. ഒരുപാട് മെസ്സേജ് ഉണ്ട്, കണ്ടിരിക്കേണ്ട സിനിമയാണ്. VFX വർക്കൊക്കെ ഒരു രക്ഷയില്ല. ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലുള്ള മലയാളത്തിലെ ആദ്യത്തെ മൂവിയാണ്. അടിപൊളി പടം, മസ്റ്റ് വാച്ചാണ്. 2 മണിക്കൂർ താഴേ ഉള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഡോക്യുമെന്ററി സ്റ്റൈൽ പടമാണെന്ന് കരുതിയിട്ട് നിങ്ങൾ വരാതിരിക്കുക. അത് ഭയങ്കര ഫണ്ണ് പടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പടമാണ്. ഒരു 2030, 2050 കാലഘട്ടത്തിലൊക്കെ നടക്കുന്ന ഒരു കഥയായിട്ടാണ്. ആ സമയത്ത് ഒരു പക്ഷേ കേരളത്തിൽ നടക്കാൻ പോകുന്ന ചില സംഭവവികാസങ്ങളായിരിക്കാം. ഈ ഏലിയൻ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് മലയാളികളെ സംബന്ധിച്ച് കുറച്ച് അന്യായ വിഷയമാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ പലർക്കും മനസ്സിലാകാതെ പോകുന്ന ഒരു ഡൗട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കണ്ടാൽ അതിനുള്ള ഉത്തരവാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്നുണ്ട്. വളരെ ലളിതമായിട്ടാണ് എടുത്തിരിക്കണം. അപ്പോൾ എല്ലാവരും പണിയെടുത്തിട്ടുണ്ട്. ക്യാമറമാൻ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും അതിൽ അഭിനയിച്ചവരാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ട് വന്ന് കാണണം. ഒരു നഷ്ടമുണ്ടല്ലോ, ഒരു രൂപ നഷ്ടം വരില്ല. വെരി ഗുഡ് മൂവി. സോ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഇൻ മലയാളം വേറൊന്നും പറയാനില്ല. സ്കൈഫൈ മോഡലാണ്. ആൻഡ് വെറും സ്കൈഫൈ മാത്രമല്ല, ഒരു സിനി ഫൈൽസിനൊക്കെയുള്ള ഒരു പണ്ടത്തെ മലയാളം മൂവീസൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് കാണാൻ പറ്റിയ ടൈപ്പ് ഒരു മൂവിയാണ്. ഒരുപാട് ഹോമേജസ് ഉണ്ട്. സോ ഈവൻ ഓൾഡർ ജനറേഷന് സൈഫൈ ഇത് പറ്റില്ല, റിലേറ്റബിൾ അല്ലെങ്കിൽ പോലും ആ ഒരു മലയാളം ഇതുള്ളത് കൊണ്ട് എല്ലാവർക്കും വർക്ക് ആവുന്ന മൂവിയാണ്. നല്ല ഫണ്ണി മൂവിയാണ്. ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. പടം ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഹ്യൂമറാണ്, ഭയങ്കര വിറ്റിയാണ്. പിന്നെ ഈ ജോണറിൽ ഒരു മലയാള സിനിമ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് നമുക്ക് ഒരുപാട് റെഫറൻസ് എടുക്കാൻ പറ്റും ഈ സിനിമയ്ക്ക്. ഈ ഹോളിവുഡിൽ നിന്ന് ഒരുപാട് ഇൻഡസ്ട്രി നടക്കും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഈ കഥയെ ഇവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് റൂട്ട് ചെയ്തു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് ഭയങ്കര ഹ്യൂമറസ് ആണ്. ഇത് ഹ്യൂമർ ഇതിൻ്റെ ഒരു മെയിൻ എലമെൻ്റാണ്. അത് ഒന്നും ഒരിടത്തും ഫോഴ്സ് അല്ല എന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പാട്ടായാലും എല്ലാം കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ്, ഒട്ടും ഫോഴ്സ്ഡ് അല്ല. ഭയങ്കര വിറ്റിയാണ്, എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. 2 മണിക്കൂർ ടപ്പനെ പോവും. അത് നമുക്ക് ഭയങ്കര ഒരു അപ്പോക്കാലിപ്സ് കേരള കാണിച്ചിരിക്കുന്നു. ഡെഫിനറ്റ്ലി ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലുള്ള മലയാളത്തിലെ ആദ്യത്തെ മൂവിയാണ്. ആൻഡ് ഒരു കൺസ്ട്രെയിൻസ് അതിനകത്തില്ല. മൂവിയുടെ എക്സിക്യൂഷനകത്ത് വളരെ രസമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും ഓൾ ക്യാരക്ടേഴ്സ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഗോകുൽ, ഗണേഷ് കുമാർ സാർ, അതുപോലെ തന്നെ അനാർക്കലിയുടെ പെർഫോമൻസ്, പിന്നെ ഡെഫിനറ്റ്ലി ഡിറക്ഷൻ രഞ്ജന്തു ആൻഡ് ദ സ്ക്രിപ്റ്റ് എല്ലാം നൈസായിട്ടുണ്ട്. മ്യൂസിക്. സോ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. തിയേറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ എഫിന് എത്രമാത്രം ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. സോ എല്ലാവരും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഇന്നത്തെ മോളിവുഡിൻ്റെ ഒരു പരീക്ഷണ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച നിൽക്കുന്നൊരു മൂവിയായിട്ട് വരും. പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിനകത്ത് ഇവർ പറയുന്നത് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ കേരളം എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. അതിനകത്ത് കുറച്ച് ടെക്നോളജിക്കലി അതും പിന്നെ എന്താണ് സയൻസും പിന്നെ എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് പൊളിറ്റിക്സ് ഉൾപ്പെടെ അത് വളരെ രസകരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യം ഞാൻ ഈ പോസ്റ്ററിൻ്റെ ഇത് കണ്ടപ്പോൾ ഈശ്വര ഇനി എന്താണ് ഇത്, ഒരു ആനിമേ പോലെ ഇരിക്കുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത് ചെയ്തതെന്നുള്ളത് അനാർക്കലി പറഞ്ഞ പോലെ എക്സ്പെരിമെൻ്റലാണ് സാധനം. പക്ഷേ ഇത് ഒരു 2 hours ഉണ്ടാവും. നമുക്ക് വളരെ രസകരമായിട്ട് എൻഗേജിങ് ആയിട്ട് തന്നെ ഈ പടം വന്നിട്ടുണ്ട്. ഉള്ള സബ്ജക്റ്റാണ്, നമ്മളെപ്പോഴും കാണുന്നതിന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് കൊള്ളാം. എന്തായാലും ഒരു പുതുമ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് അറിയില്ല. കിടിലാണ്. നമ്മളെ മലയാളത്തിൽ അധികം സയൻസ് ഫിക്ഷൻ പടങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഇത് അതിൽ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം നിലവിൽ. കാരണം VFX വർക്ക് ആയാലും ഫുൾ എൻ്റർടൈൻമെൻറ്റാണ്, 0 ലാഗാണ്. എല്ലാവരും പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. 2050 നടക്കുന്നൊരു കഥ, അത് എങ്ങനെയായിരിക്കും, ആ വേൾഡ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളതെല്ലാം, അതുപോലെ തന്നെ പൊളിറ്റിക്സും എല്ലാം അതിൽ മിക്സ് ചെയ്ത് ആണ് കാണിക്കുന്നത്. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ഇല്ല, പക്ഷേ ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഭയങ്കര ബുദ്ധിജീവി ചമഞ്ഞ് കാണേണ്ട പടമൊന്നുമല്ല. ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് പോകും. സാധാരണ കണ്ടുവരുന്ന നമ്മുടെ സിനിമകളിൽ ആ ഒരു രീതിയല്ല. ഓരോ ഡയലോഗ്സ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഓരോ ഡയലോഗിനകത്ത് ഓരോ ഒരു നമ്മളിപ്പോൾ പുറമേ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സ് എന്ന് തോന്നും. പക്ഷെ അല്ല, ഓരോ ഡയലോഗിനകത്ത് അവർ കൃത്യമായിട്ടുള്ള നമുക്ക് ഇവരൊരു കാണിച്ചിരിക്കുന്നത് നമ്മൾ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റായിട്ടുള്ള ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, കണ്ടിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡയലോഗ്സ് അടിപൊളിയാണ്. അതിനകത്ത് ചെറിയ ചെറിയ നർമ്മങ്ങൾ, ഫുൾ ഓൺ കോമഡി ആയിരുന്നു. പിന്നെ ഒരുപാട് മെസ്സേജും ഉണ്ട്, കണ്ടിരിക്കേണ്ട സിനിമയാണ്. VFX വർക്കൊക്കെ ഒരു രക്ഷയില്ല. കിടിലായിരുന്നു. വിഷ്വൽസ് ആയിരുന്നു. ഇത്ര ബഡ്ജറ്റിൽ അവർ അടിപൊളിയായിട്ട് അത് മേക്ക് ചെയ്തിട്ടുണ്ട്, പറയാനിരിക്കാൻ വയ്യ. നല്ല മേക്കിംഗ്. സ്കൈഫൈ ആണ്. എല്ലാ തരവും എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവർ ചെയ്തു വെച്ചതിന് നല്ലൊരു ഔട്ട്പുട്ട് അവരെടുത്തിട്ടുണ്ട്. സൂപ്പർ സിനിമ, വേറെ ഒന്നും പറയാനില്ല അതിൻ്റെ പൊളി മാപ്പ സിനിമയായിരുന്നു.